അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി MM മണിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. പാൻ മസാല നിരോധനം ഇന്നു മുതൽ നടപടി ശക്തമാക്കും. പിടിച്ചാൽ 6 വർഷം വരെ തടവ്. ഊട്ടിയിൽ വാഹനാപകടത്തിൽ 3 മലയാളികൾ മരിച്ചു. പിണറായിയുടെ പ്രസ്താവന ആത്മാർത്ഥതയില്ലാത്തതാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഭാരതപ്പുഴയുടെ തീരത്ത് അനധികൃത മണലെടുപ്പ്. ഇന്ന് KMIC ന്യൂസ് ടൈം ഗസ്റ്റ് ഡെസ്കിൽ PTA റഹീം സാഹിബ് MLA. വാർത്തകൾ വിശദമായി. വിവാദ പ്രസ്താവനയിൽ CPM ഇടുക്കി ജില്ലാ പ്രസിഡന്റ് MM മണിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തൊടുപുഴ പോലീസ് കേസെടുത്തു. IPC 302, 109, 118 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. കൊലപാതകം, ഗൂഢാലോചന മറച്ചുവെക്കൽ എന്നിവയാണ് കുറ്റങ്ങൾ. സർക്കാരിന് കിട്ടിയ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കാൻ ധാരണയായത്. മുഖ്യമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും DGPയും ഇന്റലിജൻസ് മേധാവിയും രാത്രി വൈകി നടത്തിയ ചർച്ചകൾക്ക് ഒടുവിലാണ് അന്തിമ തീരുമാനമായത്. MM മണിയുടെ പ്രസംഗത്തിൽ പരാമർശിച്ച കൊലപാതകങ്ങളുടെ കേസ് ഡയറികൾ പരിശോധിക്കാൻ ഇടുക്കി ജില്ലാ പോലീസിന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ പ്രാഥമിക റിപ്പോർട്ടും ജില്ലാ പോലീസ് മേധാവി സമർപ്പിച്ചിട്ടുണ്ട്. മണി വെളിപ്പെടുത്തിയ കൊലപാതകങ്ങൾ നിഷേധിക്കാൻ തയ്യാറാകാത്ത പിണറായിയുടെ പ്രസ്താവന ആത്മാർത്ഥതയില്ലാത്തതാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കൊലപാതക രാഷ്ട്രീയത്തെ ന്യായീകരിക്കാനാണ് പിണറായി ശ്രമിക്കുന്നതെന്നായിരുന്നു KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയുടെ വിമർശനം. MM മണിയെ തള്ളിപ്പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞ കൊലപാതകങ്ങൾ നിഷേധിക്കാൻ പിണറായി തയ്യാറാകാത്തത് ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വിമർശനം. സഖാക്കളുടെ പരസ്യപ്രസ്താവന നടത്തരുതെന്ന് പറയാൻ വേണ്ടി വിളിച്ച വാർത്താസമ്മേളനമായിരുന്നു പിണറായിയുടേതെന്ന് മുഖ്യമന്ത്രി കോട്ടയത്ത് പറഞ്ഞു. ഈ മണി പറഞ്ഞ കാര്യങ്ങള് സത്യസന്ധമാണെന്ന് തെളിയിക്കത്തക്ക വിധത്തിലാണ്. അദ്ദേഹം ഈ കൊലപാതകങ്ങൾ നടന്നിട്ടില്ലെന്നോ അത് പാർട്ടിക്ക് ബന്ധമില്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. MM മണിക്കെതിരെ നടപടിയെടുക്കണമെന്ന് KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല നെയ്യാറ്റിൻകരയിൽ ആവശ്യപ്പെട്ടു. പാർട്ടിയുടെ നടപടികൾ പുറത്തു പറഞ്ഞതിൽ മാത്രമാണ് സംസ്ഥാന സെക്രട്ടറി തെറ്റ് കാണുന്നത്. MM മണി പറഞ്ഞത് പാർട്ടിക്ക് വിരുദ്ധമായ കാര്യമാണെങ്കിൽ മണിയുടെ പേരിൽ നടപടിയെടുക്കാൻ പാർട്ടി തയ്യാറാകുമോ? കൊന്ന വിവരം മണി പുറത്തു പറഞ്ഞതാണോ പാർട്ടി കൊന്നതാണോ തെറ്റെന്ന് പിണറായി വ്യക്തമാക്കണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വടകരയിൽ ആവശ്യപ്പെട്ടു. ഈ വിവരം പുറത്തു പറയാൻ പാടില്ലായിരുന്നു എന്നാണോ അതിന്റെ അർത്ഥം കൊല്ലാൻ പാടില്ലായിരുന്നു എന്നാണോ? പിണറായിയുടെ വാക്കുകൾ ശുദ്ധ തട്ടിപ്പെന്നായിരുന്നു ഇടുക്കി MP PT തോമസിന്റെ പ്രതികരണം. CPMനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തൊടുപുഴയിൽ ആവശ്യപ്പെട്ടു. സെക്രട്ടറിയായിരിക്കുന്ന ജില്ലാ സെക്രട്ടറി പറഞ്ഞത് നയവ്യതിയാനമാണ് എന്ന് പറയുന്നു. MM മണിയും പിണറായി വിജയൻ ഈ പാർട്ടി നിൽക്കുന്നു. ജനരോഷമടക്കാനുള്ള കേവലം അടവ് മാത്രമാണ് പിണറായി വിജയന്റെ ഈ തള്ളിപ്പറച്ചിൽ. മീറ്റ് പ്രൊഡക്ട് ഓഫ് ഇന്ത്യ കോഴിയിറച്ചിക്ക് വില കുറച്ചു. 170 രൂപയിൽ നിന്ന് 135 വില കുറച്ചത്. മന്ത്രി KP മോഹനന്റെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. സർക്കാർ സ്ഥാപനങ്ങളിലെ വ്യത്യസ്ത വിലയെക്കുറിച്ച് KMIC ന്യൂസ് ടൈം റിപ്പോർട്ട് ചെയ്തിരുന്നു. കോഴിയിറച്ചിക്ക് ഒരു മന്ത്രിയുടെ കീഴിലുള്ള 2 സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ വ്യത്യസ്ത വില വന്നത് സംബന്ധിച്ചുള്ള വാർത്തയെ തുടർന്നാണ് മീറ്റ് പ്രൊഡക്ട് ഓഫ് ഇന്ത്യ വില കുറയ്ക്കാൻ തീരുമാനിച്ചത്. തോലുകളയാതെ 1 കിലോ കോഴിയിറച്ചിക്ക് 170 രൂപയായിരുന്നു MPI വാങ്ങിയിരുന്നത്. അതേസമയം മറ്റൊരു സർക്കാർ സ്ഥാപനമായ കെപ്കോയിൽ 1 കിലോയ്ക്ക് 135 രൂപയും. ഈ വ്യത്യാസം സംബന്ധിച്ച് ചാനലുകളുടെ വാർത്ത പുറത്തു വന്നതിനെ തുടർന്നാണ് മന്ത്രി ഇടപെട്ട് ഒറ്റയടിക്ക് 35 രൂപ കുറച്ചത്. വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും ഇന്ത്യയുടെ ചിക്കന്റെ പ്രൈസസ് കൂട്ടി നിർത്തണ്ട, നല്ല ലാഭം നോക്കണ്ട, പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യേണ്ടതാണ് കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി. അതിനകത്ത് ലാഭം ഒരു കൺസെപ്റ്റ് എടുക്കേണ്ട, കുറയ്ക്കണമെന്ന് മോഹൻ സാർ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ ഒരു ഡയറക്ഷൻ തന്നിട്ടുണ്ട്. വിപണിയിൽ കൂടുതൽ സജീവമായി ഇടപെടുന്നതിന്റെ ഭാഗം എന്ന നിലയിൽ സ്വന്തമായി ഹാച്ചറി തുടങ്ങാനും MPIക്ക് പദ്ധതിയുണ്ട്. ഇതിനുള്ള തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടെന്നും
നിർമ്മാണത്തിനുള്ള ഉത്തരവ് ലഭിച്ചതായും ഡയറക്ടർ അറിയിച്ചു. ഇതോടെ വില കൂടുതൽ കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാർ ഇടപെടൽ ഇത്തരത്തിൽ കാര്യക്ഷമമായാൽ പൊതുവിപണിയിൽ വില കുറയും. ഒപ്പം മാംസമാഫിയയുടെ പ്രവർത്തനത്തിന് കടിഞ്ഞാണിടാനാകും. ഷാർജയിലെ ഭക്ഷ്യസ്ഥാപനങ്ങളിൽ പരിശോധന നടത്തണമെന്ന ആവശ്യവുമായി ഉപഭോക്താക്കൾ. ചൂടുകാലം തുടങ്ങിയതിനാൽ വിപണികളിലെ ഭക്ഷ്യവസ്തുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഇറച്ചി, പഴം, പച്ചക്കറികൾ തുടങ്ങി ഭക്ഷ്യമേഖലയിലെ മുഴുവൻ സ്ഥാപനങ്ങളിലും ആരോഗ്യ സുരക്ഷാ പരിശോധന വേണമെന്നാണ് ജനങ്ങൾ അധികൃതരോട് ആവശ്യപ്പെട്ടത്. ചൂടിന് കാഠിന്യം കൂടിയതിനാൽ പരിശോധന വൈകുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുമെന്നും ഇവർ സൂചിപ്പിച്ചു. ചെറുകിട വൻകിട വ്യാപാര സ്ഥാപനങ്ങളിലും മിന്നൽ പരിശോധന നടത്തണം. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന മാംസം, പാൽ, ജ്യൂസ് എന്നിവ വേഗത്തിൽ കേടാകുന്നതായി പരാതിയുണ്ട്. കച്ചവട സ്ഥാപനങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്നതിലെ അപാകതയാണ് അപകടങ്ങൾ വരുത്തുന്നതെന്നും ഉപഭോക്താക്കൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ താപനില ഉയർന്നതോടെ വേനൽക്കാല പരിശോധനകൾക്ക് തുടക്കമിട്ടതായി മുനിസിപ്പാലിറ്റി തലവൻ എഞ്ചിനീയർ സുൽത്താൻ അൽ മുല്ല അറിയിച്ചു. റെസ്റ്റോറന്റ്, കഫ്റ്റീരിയ, ഗ്രോസറികൾ, പൈതൃക ഭോജനശാലകൾ എന്നിവയെല്ലാം പരിശോധന വിധേയമാക്കും. അബുദാബിയിൽ വാഹനങ്ങളുടെ സാങ്കേതിക സംവിധാനങ്ങളിൽ മാറ്റം വരുത്തുന്നവരെ പിടികൂടാൻ ജൂൺ 10 മുതൽ പരിശോധന തുടങ്ങുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു. ശബ്ദവും വേഗവും വർദ്ധിപ്പിക്കാനായി ലഘുവാഹനങ്ങളിലും ഇരുചക്രവാഹനങ്ങളിലും അനധികൃതമായി അധിക ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നതാണ് പരിശോധനയിൽ പിടികൂടുക. മോട്ടോർ ബൈക്കുകളിൽ ശബ്ദം കൂട്ടുന്നവർ ശബ്ദ മലിനീകരണത്തിന് കാരണമാവുന്നതിനു പുറമെ ജനങ്ങളുടെ സ്വസ്ഥത കെടുത്തുന്നുണ്ടെന്ന് ഗതാഗത വകുപ്പിലെ പെട്രോളിയം വിഭാഗം തലവൻ ബ്രിഗേഡിയൻ ഹുസൈൻ അൽ ഹാരിസി പറഞ്ഞു. ഇത്തരം വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങുന്നതുമൂലം കാൽനടയാത്രക്കാർക്കും പാർപ്പിട മേഖലകളിലെ താമസക്കാർക്കും അലോസരമുണ്ടാക്കുന്നു. ജൂൺ 10 ശേഷം ഇത്തരം വാഹനങ്ങൾ നിരത്തിൽ വെച്ച് തന്നെ പിടികൂടാനാണ് ഗതാഗത വകുപ്പിന്റെ നീക്കം. നിയമം ലംഘിക്കുന്നവരുടെ വാഹനം 1 മാസം പിടിച്ചുവെക്കും. നിയമലംഘകർക്ക് 900 ദിർഹം പിഴ ചുമത്തും. വാഹനങ്ങളിൽ അധിക വൈദ്യുതി പ്രവഹിപ്പിച്ചും നൈട്രജൻ സിലിണ്ടറുകൾ ഘടിപ്പിച്ചുമാണ് ശബ്ദവും വേഗവും കൂട്ടുന്നത്. ഈ ഉപകരണങ്ങൾ വാങ്ങി വാഹനങ്ങളിൽ സജ്ജമാക്കാൻ 80,000 ദിർഹം വരെ യുവാക്കൾ ചെലവഴിക്കുന്നുണ്ട്. ഓരോ വാഹനത്തിനും നിർമ്മാണ കമ്പനി നിശ്ചയിച്ച വേഗം മറികടക്കാനാണ് ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നത്. ഈ വാഹനങ്ങളുമായാണ് യുവാക്കൾ കാറോട്ടം സംഘടിപ്പിക്കുക. ചിലർ ഈ വാഹനങ്ങൾ മോടിപിടിപ്പിക്കാൻ അപൂർണ വർണ്ണം നൽകുന്നുണ്ട്. സ്പോർട്സ് വാഹനങ്ങളോടുള്ള യുവാക്കളുടെ അതിരുവിട്ട ഭ്രമം കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾക്ക് കാരണമായതായും സൂചനയുണ്ട്. കുവൈത്തിൽ മനുഷ്യാവകാശ ലംഘനം എന്ന നിലയിലുള്ള US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്ന് രാജ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകർ. മനുഷ്യാവകാശ ലംഘനമെന്ന് കണക്കാക്കാവുന്ന പല വിഷയങ്ങളിലും സർക്കാർ കൈക്കൊണ്ട നടപടികൾ പരിഗണിക്കാതെയാണ് US റിപ്പോർട്ടെന്നും കുറ്റപ്പെടുത്തി. കഴിഞ്ഞ വർഷം കുവൈത്തിലെ പല നടപടികളും മനുഷ്യാവകാശ ലംഘനത്തിന്റെ സ്വഭാവമുള്ളതായിരുന്നു എന്നായിരുന്നു US റിപ്പോർട്ട്. വിസക്കച്ചവടം, അവിദഗ്ധ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയത്തിനു കീഴിലുള്ള പൊതുകുടിയേറ്റ വിഭാഗം കഴിഞ്ഞ വർഷം ഗൌരവമായ പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. വിസക്കച്ചവടം സംശയിക്കപ്പെടുന്ന 2000 കമ്പനികൾക്കെതിരെയാണ് നടപടികൾ സ്വീകരിച്ചത്. അത്രയും സ്ഥാപനങ്ങളുടെ ഫയലുകൾ മരവിപ്പിക്കുകയും കുറ്റക്കാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. സംസ്ഥാനതല ഹജ്ജ് ക്യാമ്പ് നാളെ മഅ്ദിനിൽ നടക്കും. 5000-ലധികം വരുന്ന ഹാജിമാരെ സ്വീകരിക്കുന്നതിനും ഹജ്ജും അനുഷ്ഠാനങ്ങളും സംബന്ധിച്ച അറിവുകളും പകർന്നുകൊടുക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ മഅ്ദിൻ എജു പാർക്കിൽ പൂർത്തിയായി. നാളെ നടക്കുന്ന ഹജ്ജ് ക്ലാസിനായി വിപുലമായ സൌകര്യങ്ങളാണ് മഅ്ദിനിൽ ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ നേതൃത്വം നൽകും. ഇബ്രാഹിം ബാക്കവി മേൽമുറി മുഖ്യ പ്രഭാഷണം നടത്തും. ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന 2 യുവാക്കളെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്നലെ പുലർച്ചെ 2 മണിയോടെ ദേശീയപാതയിൽ വെസ്റ്റ് കൈതപ്പൊയിൽ പാലത്തിനടുത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുതുപ്പാടി രൂപേഷ്, രാജൻ എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ച ബൈക്കിന് കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല. ഇരുവരുടെയും തലക്ക് മാരകമായി പരിക്കേറ്റിരുന്നു. രക്തത്തിൽ കുളിച്ചുകിടന്ന ഇവരെ നാട്ടുകാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ബാലുശ്ശേരിയിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു ഇരുവരും.
ഭാരതപ്പുഴയിലെ അംഗീകൃത കടവുകളിൽ പാസ് മണലെടുപ്പിന്റെ മറവിൽ അനധികൃത മണൽ കടത്തും. പാസ് ഉപയോഗിച്ച് മണലെടുക്കുന്നതിനോടൊപ്പം കടവിലെ ജീവനക്കാരുടെ അറിവോടെ മാഫിയ സംഘങ്ങൾ പാസില്ലാതെയും മണൽ വാരുന്നതിന്റെ കണക്ക് പുഴയിലിറങ്ങുന്ന ലോറികളുടെ എണ്ണത്തിൽ നിന്നും വ്യക്തമാണ്. പാലക്കാട് ജില്ലയിലെ അംഗീകൃത കടവുകളിൽ നിന്ന് 8 മുതൽ 19 വരെയും തൃശൂർ ജില്ലയിലെ 10 മുതൽ 35 വരെയും ലോഡ് മണലാണ് പരമാവധി സംഭരിക്കാൻ അനുമതിയുള്ളത്. എന്നാൽ ഒരേ സമയം മിക്ക കടവുകളിലും കാണുന്ന ലോറികളുടെ എണ്ണം ഇതിലും അധികമാണ്. അതായത് പാസ് അനുവദിക്കുന്നതിനേക്കാൾ അധികം മണൽ പുഴയിൽ നിന്നും കടത്തുന്നുവെന്നാണ് സാരം. കലക്ടറേറ്റിൽ നിന്നാണ് പാസ് അനുവദിക്കുന്നതെങ്കിലും ഇത് പരിശോധിച്ച് മണൽ അനുവദിക്കാനുള്ള ഉത്തരവാദിത്വം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. ഇതിനായി കടവുകളിൽ ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. ഇവരുടെ മൗനാനുവാദത്തോടെ വാഹനമിറക്കി പാസ് ഇല്ലാതെയും മാഫിയ സംഘങ്ങൾ മണൽ വാരുകയാണ്. ചാക്കുകളിൽ സംഭരിക്കുന്ന മണൽ ചെറുവാഹനങ്ങളിൽ കടത്തുന്ന രീതിയാണ് മുമ്പ് ഇവർ സ്വീകരിച്ചത്. പാസ് മണലാണ് കൊണ്ടുപോകുന്നതെന്ന ധാരണയിൽ പോലീസോ മറ്റു റവന്യൂ അധികാരികളോ വേണ്ടത്ര പരിശോധനയും നൽകാറില്ല. പാൻമസാല നിരോധനം ഇന്നു മുതൽ ശക്തമാക്കും. പിടിച്ചാൽ 6 വർഷം വരെ തടവ്. പാൻമസാലയും ഗുഡ്ഖയും നിരോധിച്ച സംസ്ഥാന സർക്കാർ ഉത്തരവ് ഇന്നു മുതൽ ശക്തമായി നടപ്പാക്കും. കലക്ടറുടെ മേൽനോട്ടത്തിൽ ഫുഡ് ഇൻസ്പെക്ടർമാർ ഉൾപ്പെട്ട സ്ക്വാഡുകൾക്കാണ് പരിശോധന ചുമതല. എഡിഎമ്മിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മുതൽ എല്ലാ കടകളിലും ശക്തമായ പരിശോധന ആരംഭിക്കും. ആരോഗ്യത്തിനു ഹാനികരമായ ഘടകങ്ങൾ അടങ്ങിയ പാൻമസാലയും ഗുഡ്ഖയും പിടിച്ചെടുത്താൽ കടയുടമകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യ സുരക്ഷാ കമ്മീഷണർ ബിജു പ്രഭാകർ വ്യക്തമാക്കി. പായ്ക്കറ്റിൽ ലഭിക്കുന്ന ചില പാൻമസാലയിൽ കുപ്പി പൊടിച്ചിടുന്നതായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വായ്ക്കുള്ളിൽ പൊട്ടലുണ്ടാക്കി അതുവഴി കൂടുതൽ ലഹരിയുണ്ടാവാനാണിത്. ക്യാൻസറിനു പെട്ടെന്ന് ഇടയാക്കുന്നതും ഇതാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പാൻമസാല വരവ് തടയണമെങ്കിൽ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന നടക്കണം. എന്നാൽ ഇതിനുള്ള ജീവനക്കാർ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് ഇല്ല. പോലീസും റവന്യൂവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ചേർന്നുള്ള പരിശോധനകൾക്ക് ഫലപ്രാപ്തി കൈവരിക്കാനാകുമോ എന്ന് അധികൃതർ തന്നെ സംശയിക്കുന്നു. ഊട്ടിയിൽ വിനോദയാത്രയ്ക്ക് പോയ മലയാളികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് 3 പേർ മരിച്ചു, 10 പേർക്ക് പരിക്കേറ്റു. മണ്ണാർക്കാട് തച്ചനാട്ടുകര പാലോട് പാറക്കല്ലിൽ സുലൈഹ, ജസീല ഇവരുടെ സഹോദരൻ അബ്ദുൽ മജീദിന്റെ മകൾ 1.5 വയസ്സുകാരി യാസിറ എന്നിവരാണ് മരിച്ചത്. ഊട്ടിക്കും ഗൂഡല്ലൂരിനുമിടയിൽ 31-ാം ഹെയർപിൻ വളവിൽ ഇന്നലെ വൈകിട്ട് 3:30യോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. സ്വർണവില ഇന്ന് പവന് 80 രൂപ കുറഞ്ഞു. ഇതോടെ പവന്റെ വില 21,520 രൂപയായി. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 2,690 രൂപയായി. തങ്കം പവന് 29,260 രൂപയും വെള്ളി കിലോഗ്രാമിന് 54,500 രൂപയുമാണ് ഇന്നത്തെ വില. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഗസ്റ്റ് ഡെസ്കിൽ PT റഹീം സാഹിബ് MLA നമ്മോടൊപ്പം ചേരുന്നു. KMIC ന്യൂസ് ടൈം ഗസ്റ്റ് ഡെസ്കിൽ PT റഹീം സാഹിബ് MLA നമ്മോടൊപ്പം ചേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റഹീം സാഹിബ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പറഞ്ഞോളൂ. KMIC ന്യൂസ് ടൈം ഗസ്റ്റ് ഡെസ്കിലേക്ക് സ്വാഗതം. ഗസ്റ്റ് ഡെസ്ക് ഇന്നലെ ചോദിച്ചതിന്റെ ബാക്കി 2-3 ചോദ്യങ്ങൾ താങ്കൾക്ക് മുമ്പിലേക്ക് വെക്കുകയാണ്. ചോദിച്ചോളൂ. കൊടുവള്ളി മണ്ഡലത്തിൽ നടന്ന ഇലക്ഷനിൽ വിജയിച്ചപ്പോൾ ആ ദിവസം തന്നെ എനിക്കറിയാം, എന്റെ ഓർമ്മ ഇപ്പോഴും ഓർക്കുന്നു, റഹീം സാഹിബ് കൊടുവള്ളി മണ്ഡലത്തിലെ പ്രകടനങ്ങൾക്ക് ശേഷം അന്ന് രാത്രി തന്നെ റഹീം സാഹിബും അതുപോലെ KT ജലീൽ സാഹിബും ഒരുമിച്ച് കാന്തപുരം ഉസ്താദിന്റെ വസതിയിലെത്തി നന്ദി പ്രകടനം നടത്തിയ ആ സന്തോഷകരമായ രംഗങ്ങൾ ഇപ്പോഴും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഇതൊക്കെയായിട്ടും
കേരളയാത്രയുടെ തൊട്ടുമുമ്പ് മുസ്ലിം ലീഗിനെ ജയിപ്പിക്കാൻ നല്ലൊരു പങ്ക് തങ്ങളുടേതാണെന്ന് കാന്തപുരം ഉസ്താദ് വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം തന്നെ ഇടതു വിഭാഗത്തിൽപ്പെട്ട ചില വ്യക്തികൾ കാന്തപുരം ഉസ്താദിനെതിരെ പല പ്രസ്താവനകളും ഇറക്കുകയുണ്ടായി. ഈ സമയത്ത് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആളെന്ന നിലക്ക് എന്താണ് റഹീം സാഹിബ് എടുത്ത നിലപാട് എന്താണ്? ഞാൻ ആ തെരഞ്ഞെടുപ്പില് AP വിഭാഗത്തെ വിളിക്കുന്ന ആളുകൾ വളരെ ശക്തമായി തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. SSF വിളിച്ചു ചേർത്ത് അവര് യോഗം ചേർന്ന് അവരുടെ പണ്ഡിതന്മാരുടെ യോഗത്തിൽ വന്ന് എനിക്ക് വേണ്ടി ശക്തമായ പിന്തുണ നൽകിയതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് കൊടുവള്ളിയിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മളെ സഹായിച്ച ആളുകളെ നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ആയതുകൊണ്ടാണ് ഞാനും KTJയിലും അന്ന് തന്നെ ഉസ്താദിന്റെ വീട്ടിലെത്തി നന്ദി അറിയിച്ചത്. അതിന്റെ രാഷ്ട്രീയപരമായ വ്യക്തിപരമായ ഒരു കടമയായിട്ടാണ് ഞാൻ കാണുന്നത്. കാന്തപുരം പറഞ്ഞോ. ഈ ഉസ്താദിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് ഉസ്താദ് നടത്തുന്ന യാത്ര അതൊരു പ്രത്യേക മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അതിൽ എതിർക്കേണ്ട ഒരു കാര്യവും ആർക്കുമില്ല. അദ്ദേഹം മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് അതിന്റെ നല്ല വശങ്ങളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള യാത്ര എല്ലാ മനുഷ്യരുടെയും യാത്രയാണ്. മനുഷ്യരുടെ മാത്രമല്ല, സർവ്വചരാചരങ്ങൾക്കും ഗുണകരമായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഉസ്താദിന്റെ യാത്ര നടന്നത്. അതുകൊണ്ട് ആ യാത്രയോട് ഏറ്റവും നന്നായി സഹകരിക്കേണ്ടത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ആദ്യമാണ് എന്നതുകൊണ്ടാണ് ഞാൻ ആ യാത്രയുമായി സഹകരിച്ചത്. ഞാൻ എന്റെ തട്ടകത്തിൽ കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെയും ഉന്നമനം നിയോജക മണ്ഡലത്തിലെയും പരിപാടിയിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എന്നെ അവിടെ ക്ഷണിച്ചിരുന്നു. അതെന്റെ ബാധ്യത എന്നുള്ള നിലക്കാണ് ഞാൻ അവിടെ പങ്കെടുത്തത്. കാന്തപുരം ഉസ്താദ് സഹായിച്ചിട്ടും ലീഗ് കേരളയാത്രയിൽ നിന്ന് വിട്ടുനിന്നു. അതേസമയം ക്ഷണിക്കപ്പെട്ട ഇടതുപക്ഷ നേതാക്കൾ ഒരാൾ പോലും കേരളയാത്രയിൽ നിന്ന് വിട്ടുനിന്നില്ല എന്ന് മാത്രമല്ല, പൂർണ്ണമായി സഹകരിച്ചു. റഹീം സാഹിബ് തന്നെ പറയുകയുണ്ടായി, കൊടുവള്ളിയിലും അതുപോലെ കുന്നമംഗലത്തും നരിക്കുനിയിലുമൊക്കെ അങ്ങ് കാന്തപുരം ഉസ്താദിനോട് ഒന്നിച്ച് തന്നെ യാത്രയിൽ പങ്കാളിയായി. കേരളയാത്രയുമായി സഹകരിക്കാത്തവർക്ക് നല്ലൊരു താക്കീതും താങ്കൾ നൽകുകയുണ്ടായി. എന്താണ് കേരളയാത്രയെക്കുറിച്ചും അതിൽ സഹകരിക്കാത്ത ചില ആളുകളെക്കുറിച്ചും അങ്ങക്ക് ഇപ്പോൾ പറയാനുള്ളത്? യാത്രയിൽ ഒരുപാട് ആൾ സഹകരിക്കുകയും സഹകരിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവരുടെ വീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എനിക്ക് പറയാനുള്ളത്, ഈ വിവാഹത്തിന്, ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് അതിന്റെ ഒരു തുടക്ക സമയത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവസരത്തിൽ കൂടെ ഉണ്ടാവുകയും കല്യാണ ദിവസം നിക്കാഹിന് വരാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രയാസകരമായ ഒരു കാര്യം. അല്ലാതെ ഒരു കല്യാണത്തിന് എല്ലാ ആളുകളെയും വിളിച്ചോളണമെന്നൊന്നുമില്ല. അപ്പോ ഇവിടെ മുസ്ലിം ലീഗ് ചെയ്തത്, അവര് ഈ ജാഥയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 6 മാസക്കാലം നടന്ന പ്രവർത്തനങ്ങളിൽ, മഹല്ല് സംഗമങ്ങളിലും അതുപോലെയുള്ള കമ്മിറ്റികളിലും ഒക്കെ ഈ ജാഥയെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ സജീവമായിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ജാഥയിൽ അവരെ കാണാനില്ല എന്നുള്ളത് കൊണ്ടാണ് അവരാണ് ജാഥ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ ഒരുപാട് ആളുകൾ, ഇപ്പൊ മുജാഹിദുകള്, അതുപോലെ തന്നെ സുന്നീല മറുവിഭാഗം, ജമാഅത്തെ ഇസ്ലാമി, ഇവരൊന്നും നമ്മൾ ആ പരിപാടിയുമായി സഹകരിക്കുന്നവരല്ല. അതുകൊണ്ട് അവർക്ക് ബഹിഷ്കരിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ ബഹിഷ്കരിച്ചത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് അങ്ങനെ ബഹിഷ്കരിച്ചതിനെ സംബന്ധിച്ച് ആണ് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത്. കാരണം അവരത് ചെയ്യാൻ പാടില്ല. കാരണം അവർ ഈ തുടക്കത്തിലുണ്ടായിരുന്നു, എല്ലാ വിഷയങ്ങളിലും അവരുണ്ടായിരുന്നു. അവർ അവസാനം ഈ സന്നിഗ്ധ ഘട്ടത്തിൽ ആണ് മാറുന്നത്. ഇത്രയും വലിയൊരു പരിപാടി AP ഉസ്താദിന്റെ ജീവിതത്തിൽ അദ്ദേഹം നടത്തിയിട്ടില്ല. അങ്ങനെ നടക്കുന്ന ഒരു പരിപാടി തുടക്കത്തിൽ ഉണ്ടാവുകയും പിന്നീട് ക്ലൈമാക്സിൽ എത്തിയപ്പോൾ അത് വിട്ടുനിൽക്കുകയും ചെയ്ത മുസ്ലിം ലീഗിന്റെ നടപടി അപലപനീയമാണ് എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. AP ഉസ്താദ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തെ AP ഉസ്താദിന് രാഷ്ട്രീയമായിട്ടും AP ഉസ്താദിന് മതപരമായിട്ടും ഒക്കെ എതിർക്കുന്ന ആളുകൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയുന്ന മുദ്രാവാക്യമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത്.
ആ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യത്തെ എതിർക്കേണ്ട ഒരു കാര്യവുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം നല്ലത് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ ഈ വിഭാഗം പോലും പറയുന്നത് മാനവികത ഉണർന്നപ്പോൾ കുറെ ആളുകൾക്ക് കാര്യം മനസ്സിലായി, അവരൊക്കെ തിരിച്ച് അവരുടെ കൂടെ വന്നു എന്നാ പറയുന്നത്. അപ്പൊ എല്ലാ ആളുകളും ഈ കാര്യത്തിൽ നല്ല ഒരു സമീപനമാണ് സ്വീകരിച്ചത് എനിക്ക് തോന്നുന്നു. പക്ഷെ മുസ്ലിം ലീഗ് വളരെ മോശമായ ഒരു സമീപനം. ഹലോ, ഓക്കെ, ടെലിഫോൺ ലൈനിൽ പ്രോബ്ലം നേരിട്ടിരിക്കുന്നു. വീണ്ടും ട്രൈ ചെയ്യാം. ഓക്കെ, ഇപ്പോ മുസ്ലിം ലീഗ് കേരള യാത്രയിൽ പങ്കെടുത്തില്ല. അതിന് കാരണം ചില മതസംഘടനകളുമായി ബന്ധമുള്ള ലീഗിന്റെ ചില നേതാക്കന്മാരുടെ സമ്മർദ്ദം കൊണ്ടാണോ ലീഗ് കേരള യാത്രയിൽ നിന്ന് വിട്ടുനിന്നത്? എന്താണ് അങ്ങയുടെ അഭിപ്രായം? എനിക്ക് ഉള്ള അഭിപ്രായം അതിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. കാരണം ഈ AP അബൂബക്കർ ജാഥയിൽ നിന്നും വിട്ടുനിന്നത് EK വിഭാഗം സുന്നികളായിട്ടുള്ള നേതാക്കന്മാർ മാത്രമല്ല, EK വിഭാഗത്തിൽപ്പെടുന്ന MLA-മാർ മാത്രമല്ല, മുജാഹിദ് വിഭാഗത്തിൽപ്പെടുന്ന MLA-മാരോ മന്ത്രിമാരോ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം ആ തീരുമാനം EK വിഭാഗത്തിന് മുകളിൽ കെട്ടിവെക്കേണ്ട കാര്യമില്ല, അത് മുസ്ലിം ലീഗ് മാത്രം ചെയ്യുന്നതാണ്. കാരണം മുസ്ലിം ലീഗിന്റെ തീരുമാനം ഉണ്ടെങ്കിലേ മുജാഹിദുകൾ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെടാതിരിക്കുകയുള്ളൂ. അപ്പോ ഈ AP-യോ AP വിഭാഗമോ EK വിഭാഗമോ അല്ലാത്ത ഒരുപാട് നേതാക്കന്മാരും മുസ്ലിം ലീഗിലുണ്ടല്ലോ, മറ്റു ആശയങ്ങളിലുള്ള ആളുകളുണ്ട്, ഒരാശയവും ഇല്ലാത്ത ആളുകളുണ്ട്. ഈ നേതാക്കന്മാരൊന്നും തന്നെ യൂനുസിന് ഒഴികെ വേറെ ഒരാളും തന്നെ ഈ പരിപാടിയുമായി സഹകരിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ അത് മുസ്ലിം ലീഗിന്റെ തീരുമാനമാണ്. മത സംഘടനകളുടെ തീരുമാനം മുസ്ലിം ലീഗ് എടുക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഈ രാഷ്ട്രീയ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർ വോട്ട് ആണ് അവർ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ അവരതനുസരിച്ച് പ്രവർത്തിക്കണം. കാരണം ഈ കഴിഞ്ഞ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രവർത്തക സമിതി മലപ്പുറത്ത് ചേർന്നിട്ട് യോഗം ചേർന്ന് വീണ്ടും തീരുമാനിച്ചല്ലോ മതസംഘടനകളുമായി നല്ല ബന്ധം പുലർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അത് സന്നിഗ്ധ ഘട്ടത്തിൽ ഇല്ലാതിരിക്കുകയും അല്ലാത്ത അവസരങ്ങൾ വോട്ട് കിട്ടാൻ വേണ്ടി ഉള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതും നയമാണ്. ഈ വിഭാഗം അങ്ങനെ പറഞ്ഞിട്ടാണ് പോകാതിരുന്നത് എങ്കിൽ എങ്ങനെയാണ് ഇപ്പൊ തീരുമാനം എടുക്കാതെ? ഇപ്പൊ ലീഗ് തീരുമാനം മാറ്റിയല്ലോ. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ തന്നെ തീരുമാനമാണ് അതിൽ പങ്കെടുക്കണ്ട എന്ന് തീരുമാനിച്ചത്. അത് ഈ ജാഥ പരാജയപ്പെടും എന്ന് അവർ കരുതി. പക്ഷെ ആ ജാഥ വമ്പിച്ച വിജയമാകുകയും തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരനാർ സ്റ്റേഡിയത്തിൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടി കഴിയാൻ പറ്റില്ല. അത്രയും നല്ല യോഗം നടത്തി. ഇപ്പോ ആ യോഗത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ വന്നു. വളരെ നല്ല ഒരു സമീപനമാണ്. കോൺഗ്രസ് നേതാക്കന്മാർ, കോൺഗ്രസിന്റെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ വന്നല്ലോ. ഇതിലൊരു രാഷ്ട്രീയം കലർത്തേണ്ട കാര്യം ഇല്ല. അപ്പൊ മുസ്ലിം ലീഗിന്റെ തീരുമാനമാണ്. ആ തീരുമാനം അനുസരിച്ചാണ് മുസ്ലിം ലീഗ് നേതാക്കന്മാർ പങ്കെടുക്കാതിരുന്നത്. അത് വഞ്ചനാപരമായ ഒരു സമീപനമാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും കാന്തപുരമായി ഇപ്പോൾ ഒരുപാട് കാലമായി താങ്കൾ അടുത്ത ബന്ധം പുലർത്തി വരുന്നു. ഈ ബന്ധത്തിനിടയിൽ കാന്തപുരം ഉസ്താദുമായി എന്നെന്നും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അനുഭവം എന്താണ്? പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങ് ഒന്ന് വിശദീകരിച്ചത് നന്നായിരുന്നു. എനിക്ക് അദ്ദേഹം ഏറ്റവും അടുപ്പം ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കാര്യം, AP ഇന്നത്തെ അവസ്ഥയിലേക്ക് ഇന്നൊരുപാട് സ്ഥാപനങ്ങളുടെ അധിപനാണ്. വലിയ ഒരു അനുയായി വൃന്ദം അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത്, അദ്ദേഹത്തിന്റെ ഒരു കാറ് പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹവും ഞാനും കൂടി രണ്ടത്താണി എന്ന സ്ഥലത്ത് ഒരു മതപരിപാടിയിൽ പങ്കെടുക്കാൻ പോയിരുന്നു. ഞങ്ങൾ തിരിച്ചു വന്നത് ഒരു ലോറിയിൽ കയറിയിട്ടാണ്. അവിടുത്തെ സംഘാടകർ ഞങ്ങൾക്ക് ഒരു ലോറി കൈ കാണിച്ച് നിർത്തി തന്നു. ഞങ്ങൾ അതിൽ കയറിയിട്ടാണ് കോഴിക്കോട്ടേക്ക് വന്നത്. അത്രയും താഴേക്കരയിൽ നിന്ന് പ്രവർത്തിച്ചാണ് AP ഉസ്താദ് ഇന്നത്തെ നിലയിലേക്ക് എത്തിയത്. അപ്പൊ അന്നും അദ്ദേഹത്തോടൊപ്പം ആ ലോറിയിൽ അദ്ദേഹം ആ ലോറിയുടെ പിന്നിൽ കിടന്നുറങ്ങി വന്ന ഒരു രംഗം ഇപ്പോഴും എന്റെ മനസ്സിലുള്ളത്.
അദ്ദേഹത്തിന്റെ ആ ഒരു അദ്ദേഹത്തോടൊപ്പം നടന്ന ആ യാത്രയാണ് എന്റെ മനസ്സിനെ ഇപ്പോഴും എന്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്ന ഒരു കാര്യം. നന്ദി റഹീം സാഹിബ്. കാന്തപുരം ഉസ്താദുമായി കഴിഞ്ഞ കുറെ മുൻകാലങ്ങളിലുള്ള അനുഭവങ്ങൾ അയവിറക്കിയതിന് ഇപ്പോൾ ഓൺലൈനിലൂടെ അഥവാ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും സുന്നി ഓൺലൈൻ റേഡിയോ വഴിയും നൂറുകണക്കിന് പ്രേക്ഷകർ അങ്ങയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താണ് പ്രേക്ഷകരോടായി താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, മതപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയത്തിന്റെ വഴിക്ക് പോട്ടെ. അതേസമയത്ത് മതവും രാഷ്ട്രീയവും രണ്ടാണ് എന്നൊന്നും ഞാൻ അഭിപ്രായപ്പെടുന്നില്ല എങ്കിൽ പോലും ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അത് ആശാവഹമായ ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. മതസംഘടനകളെ തുല്യമായ രീതിയിൽ കാണുകയും അവരുള്ളതനുസരിച്ച് പ്രവർത്തിക്കുകയും വിവേചനമില്ലാതെ പെരുമാറുകയും ചെയ്യുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും നന്ദി അറിയിക്കുന്നു. KMIC ന്യൂസ് ഡെസ്കിനു വേണ്ടി അങ്ങയുടെ വിലപ്പെട്ട സമയം കണ്ടെത്തിയതിന് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ നന്ദി അറിയിക്കുന്നു. KMIC ന്യൂസ് ഡെസ്ക് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ ഇതേ സമയം KT ജലീൽ സാഹിബ് ഗസ്റ്റ് ഡെസ്കിൽ നമ്മോടൊപ്പം ചേരുന്നു. അവസാനമായി KMIC വാർത്തകൾ. ഇന്ന് വൈകിട്ട് 7 മണിക്ക് വേങ്ങരയിൽ നടക്കുന്ന നൌഷാദ് ഹസനിയുടെ പ്രഭാഷണം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം തത്സമയം സംപ്രേഷണം ചെയ്യും. ഇതോടെ KMIC ന്യൂസ് ടൈം പൂർണ്ണമാകുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ ഇന്ത്യൻ സമയം 4 മണിക്ക് നിങ്ങളുടെ സ്വന്തം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നിങ്ങളുടെ വിലപ്പെട്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജലീൽ മടവൂർ എന്ന ബൈലെക്സ് ഐഡിയിലോ KMIC 786 എന്ന നിംബസ് ഐഡിയിലോ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.